ഞാൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. എം സന്തോഷ് അവിടെ തയ്യാറായിട്ടുണ്ട്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഇന്നലെ നല്ല മഴയായിരുന്നു കണ്ണൂരിൽ. വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു ഫ്രെയിം കണ്ടിട്ട്. എന്താണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ് കണ്ണൂരിൽ. മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മഴയുമായി ബന്ധപ്പെട്ട്? വിനിഷ, ഇപ്പോൾ കണ്ണൂരിൽ തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. ജില്ലയിൽ ഒരു സ്ഥലത്തും മഴ പെയ്യുന്നില്ല. മലയോര മേഖലയിൽ ഉൾപ്പെടെ തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. ഇന്നലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കണ്ണൂർ ജില്ലയിലായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും അതോടൊപ്പം തന്നെ വീടുകളിലെല്ലാം വെള്ളം കയറുകയും ചെയ്യുന്ന സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി അല്പം മഴക്കൽപ്പ ശമനമുണ്ടായി. ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തിട്ടേ ഇല്ല. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലയോര പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചില മേഖലകൾ, ഇരിട്ടി താലൂക്കിലെയും തളിപ്പറമ്പ് താലൂക്കിലെയും എല്ലാം തന്നെ ചില പ്രദേശങ്ങൾ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അതിതീവ്ര മഴ പെയ്തു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിൽ, ഈ പ്രദേശങ്ങളിൽ ദുർബല മേഖലകളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ കനത്ത മഴയിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രശ്നം രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പയ്യന്നൂർ മേഖലയിലും കുപ്പത്ത്, അതോടൊപ്പം തന്നെ പിലാത്തറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് ഉണ്ടാവുകയും അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇന്നലെ കാര്യമായ മഴക്കെടുതികൾ കണ്ണൂരിൽ ഉണ്ടായിട്ടില്ല. വിനിഷ. സന്തോഷ്, ഇന്ന് പഴശ്ശി ഡാമിന്റെ ഷട്ടർ 10 മണിക്ക് തുറക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തയുണ്ടായിരുന്നല്ലോ. ബാവലിയുടെയും ഇരിട്ടിപ്പുഴയുടെയും തീരത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശവും അത്തരത്തിൽ നൽകുന്നുണ്ട്. തീർച്ചയായും ഇന്നലെ അതിതീവ്ര മഴ പെയ്ത സാഹചര്യത്തിലാണ് പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത്. അത് ഈ ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായി ഈ പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് തീരത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല. വിനിഷ. ശരി, സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് മഴയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറഞ്ഞത്.